എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അസസ്മെന്റ് അഥവാ വിലയിരുത്തൽ. പക്ഷെ പേടിക്കണ്ട, നമ്മൾ മാർക്കിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മാർക്കുകൾക്കപ്പുറം പഠനത്തെ സഹായിക്കാൻ ഇതിനെങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ടെസ്റ്റ്, എക്സാം, ഫൈനൽ ഗ്രേഡ്. ഹോ, ഈ വാക്കുകൾ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാ വരുന്നതല്ലേ? ഒരുതരം ടെൻഷൻ, സ്കൂൾ കാലത്തെ ആ പിരിമുറുക്കം, അതൊക്കെ തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളിൽ മിക്കവർക്കും ഈ വാക്കുകൾക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ: ജഡ്ജ്മെന്റ്. നമ്മുടെ കഴിവിനെ അളന്നു തൂക്കി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരവസാന വിധി, അല്ലേ? പക്ഷേ ഒരു നിമിഷം, ഇതൊക്കെ ശരിക്കും നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ളത് മാത്രമാണോ? അതോ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ചില ടൂൾസാണോ? വെറും മാർക്കുകൾക്കപ്പുറം പഠനം അടിപൊളിയാക്കാനുള്ള വഴികളാണെങ്കിലോ? ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്? ഔദ്യോഗികമായി പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ പഠനം എവിടെ എത്തി, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഇനി എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ ടീച്ചർമാർ ഉപയോഗിക്കുന്ന ഒരുപാട് രീതികളും ടൂൾസും ചേർന്നതാണ് ഈ വിലയിരുത്തൽ. വിദ്യാഭ്യാസ രംഗത്ത് ഈ ടൂൾ കിറ്റിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഈ 3 തരം വിലയിരുത്തലുകളും ചേരുമ്പോഴാണ് പഠനം ശരിക്കും പൂർണ്ണമാകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ആദ്യത്തേതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പേരുപോലെ തന്നെ പഠനത്തെ വിലയിരുത്തുന്നു. ഇതിനെ നമുക്കൊരു സ്നാപ്ഷോട്ട് എന്ന് വിളിക്കാം. ഒരു പ്രത്യേക സമയത്ത് ഒരു കുട്ടി എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഒരു ക്വിക്ക് ഫോട്ടോ. അതായത്, ഒരു പാഠം അല്ലെങ്കിൽ ഒരു തകമൊക്കെ പഠിച്ചു കഴിഞ്ഞതിനു ശേഷം കുട്ടിക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്നളക്കാനാണ് ഇതുപയോഗിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇതിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. പഠനം കഴിഞ്ഞല്ലോ, ഇനി എത്രത്തോളം കാര്യക്ഷമമായി പഠിച്ചു എന്ന് നോക്കണം. എപ്പോഴാ ഇത് നടക്കുന്നത്? സാധാരണയായി ഒരു യൂണിറ്റിന്റെയോ ടേമിന്റെയോ ഒക്കെ അവസാനം. ഇതിന്റെ ഫലം എന്തായിരിക്കും? ഗ്രേഡുകൾ, സ്കോറുകൾ. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും ഈ സ്കോറുകൾ നോക്കിയാണ്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫൈനൽ എക്സാം, യൂണിറ്റ് ടെസ്റ്റുകൾ, പിന്നെ ആ റിപ്പോർട്ട് കാർഡ്. ഇതൊക്കെ തന്നെ എല്ലാം നമുക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തേത് അസസ്മെന്റ് ഫോർ ലേണിംഗ്, അതായത് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇതിനെ നമുക്ക് പഠനയാത്രയിലെ ഒരു ഗൈഡായിട്ട് കാണാം. ഇത് നടക്കുന്നത് പഠനം കഴിഞ്ഞിട്ടല്ല, മറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. എന്തിനാണെന്നോ? കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ പുരോഗതി മെച്ചപ്പെടുത്താനും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇവിടെ ലക്ഷ്യം ഗ്രേഡ് കൊടുക്കുന്നതല്ല, പഠനം ഉറപ്പാക്കുക എന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയാണ് പ്രശ്നം, എന്ത് തിരുത്തണം എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ സഹായിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് മാർക്കല്ല, ഫീഡ്ബാക്കാണ്. ഈ ഫീഡ്ബാക്ക് കുട്ടികൾക്ക് മാത്രമല്ല, ടീച്ചർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നവർക്ക് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളൊരു എസ്സേ എഴുതി ടീച്ചറെ കാണിക്കുന്നു. ടീച്ചർ അത് നോക്കി, ഇവിടെ കുറച്ചുകൂടി നന്നായി എഴുതാം, ഈ പോയിന്റ് ഒന്നുകൂടി വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് തിരികെ തരുന്നു. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത്. ഇതെല്ലാമാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇനി മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും രസകരം: അസസ്മെന്റ് ആസ് ലേണിംഗ്, അതായത് പഠനം തന്നെ ഒരു വിലയിരുത്തലായി മാറുന്നു. ഇതിനെ നമുക്ക് ശരിക്കും ഒരു കണ്ണാടിയായിട്ട് കാണാം. നമ്മളെ തന്നെ നോക്കി മനസ്സിലാക്കുന്നൊരു കണ്ണാടി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം പഠനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. എന്റെ പഠനം എവിടെ എത്തി, ഞാൻ എവിടെയാണ് മെച്ചപ്പെടേണ്ടത് എന്നൊക്കെ അവർ സ്വയം നിരീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, പഠിതാവ് സ്വന്തം പഠനത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഇവിടെ ഡ്രൈവിംഗ് സീറ്റിലെ വിദ്യാർത്ഥി തന്നെയാണ്. സ്വന്തം വർക്കുകൾ അവർ തന്നെ വിലയിരുത്തുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത്, അതെങ്ങനെ തിരുത്താമെന്നൊക്കെ അവർ സ്വയം ചിന്തിക്കുന്നു. തീർച്ചയായും ടീച്ചർ ഒരു ഗൈഡായി കൂടെ തന്നെ ഉണ്ടാകും, പക്ഷേ പ്രധാന റോൾ വിദ്യാർത്ഥിക്കാണ്. ഇതിന്റെ ഫലം മാർക്കോ ഗ്രേഡോ അല്ല, മറിച്ച് സ്വന്തം കഴിവിനെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമുള്ള ഒരു ആഴത്തിലുള്ള തിരിച്ചറിവാണ്. അപ്പോ ഈ ഒരു ചോദ്യം നോക്കൂ: പഠിതാക്കൾ അവരുടെ സ്വന്തം വർക്കുകൾ വിശകലനം ചെയ്യുകയും ഇനിയും മെച്ചപ്പെടാനായി സ്വന്തം പഠനത്തെ തന്നെ ക്രിറ്റിക്കലായി നോക്കിക്കാണുകയും ചെയ്യുന്ന പ്രോസസ്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇപ്പോൾ നിങ്ങൾക്കുത്തരം കിട്ടിക്കാണുമല്ലോ, അല്ലേ?
യെസ്, അതുതന്നെ. ഇതാണ് അസസ്മെന്റ് ആസ് ലേണിംഗിന്റെ ഹൃദയം. ഒരു ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ മാർക്ക് നോക്കുന്നതിനപ്പുറം എവിടെ എനിക്ക് തെറ്റിയത്, അടുത്ത തവണ ഇതെങ്ങനെ ശരിയാക്കാം എന്നൊരു കുട്ടി സ്വയം ചിന്തിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതാണ് സംഭവം. അവിടെ ആ കുട്ടി സ്വന്തം വർക്കിന്റെ ഒരു അനലിസ്റ്റായി മാറുകയാണ്. അപ്പോ നമ്മളിപ്പോ 3 വ്യത്യസ്ത തരം അസസ്മെന്റുകൾ കണ്ടു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും ഒറ്റയ്ക്ക് നിൽക്കുന്ന സംഭവങ്ങളല്ല. പകരം ഇവയെല്ലാം കൂടി ചേർന്ന് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ശക്തമായ സൈക്കിൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യം പിടികിട്ടും. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എപ്പോഴാണ്? പഠനത്തിന്റെ അവസാനം. ലക്ഷ്യമെന്താ? ജഡ്ജ് ചെയ്യുക. ഇനി അസസ്മെന്റ് ഫോർ ലേണിംഗോ? അത് പഠനം നടക്കുമ്പോഴാണ്. ലക്ഷ്യം വഴി കാണിക്കുക. മൂന്നാമത്തേത് അസസ്മെന്റ് ആസ് ലേണിംഗ്. അതും പഠനത്തിലുടനീളം നടക്കും. ലക്ഷ്യം സ്വയം മനസ്സിലാക്കാനും വളരാനും സഹായിക്കുക. കണ്ടില്ലേ വ്യത്യാസം? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവയൊന്നും വേറിട്ട് നിൽക്കുന്നില്ല. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു സൈക്കിൾ പോലെയാണ്. നിങ്ങൾ പഠിക്കുന്നു, ടീച്ചർ ഫീഡ്ബാക്ക് തരുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വയം വിലയിരുത്തുന്നു, എന്നിട്ട് അവസാനം ഒരു പരീക്ഷയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ വിലയിരുത്തൽ എന്നതൊക്കെ പഠനത്തിന്റെ തന്നെ ഭാഗമാണെങ്കിൽ നമ്മുടെ സംസാരത്തിലും ഒരു മാറ്റം വരേണ്ടതല്ലേ? എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നതിനു പകരം നീ പുതിയതായി എന്ത് പഠിച്ചു, എന്ത് കണ്ടെത്തി എന്ന് നമുക്ക് ചോദിച്ചു തുടങ്ങാൻ പറ്റുമോ? ആ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ.